മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഭക്ഷ്യമന്ത്രി ഇന്നലെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചു. ഈ ചർച്ചയിൽ എല്ലാ സംഘടനയും നേതാക്കന്മാർ ഓൺലൈനായും ഓഫ്ലൈനായും പങ്കെടുത്തു. ആ യോഗത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞത് ഞങ്ങളുടെ കമ്മീഷൻ വർദ്ധിപ്പിക്കണം, മിനിസ്റ്റർ പറഞ്ഞ 7 രൂപ നൽകണം, കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അതേമാതിരി റേഷൻ കടയിൽ മണ്ണെണ്ണ എത്തിക്കാനുള്ള നടപടി ഉണ്ടാവണം, ഷോർട്ടേജ് വേണം. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ മന്ത്രിയുടെ മുമ്പിൽ വെച്ചത്. ഒരിക്കലും മണ്ണെണ്ണ എടുക്കില്ല എന്നുള്ള ഒരു പ്രതിഷേധ നിലപാട് ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടില്ല. പക്ഷേ 7 രൂപയിൽ നിന്നും പെട്ടെന്ന് 6 രൂപയാക്കി കമ്മീഷൻ. അത് ഡോർ ഡെലിവറിയെ കുറിച്ചോ പിന്നെ ലീക്കേജിനെ കുറിച്ചോ ഒരക്ഷരം സംസാരിക്കാതെ ഇന്നു മുതൽ മണ്ണെണ്ണ വിതരണം തുടങ്ങുമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. മണ്ണെണ്ണ വിതരണം തുടങ്ങണമെങ്കിൽ കേരളത്തിലെ മൊത്ത വ്യാപാര ഡിപ്പോയിൽ മണ്ണെണ്ണ എത്തിയിട്ടുണ്ടോ? 240 മൊത്ത വ്യാപാരമുള്ള കേരളത്തിൽ ഇന്നുള്ളത് 30 മണ്ണെണ്ണ മൊത്ത വ്യാപാരമാണ് ഉണ്ട് എന്നാ പറയുന്നത്. പക്ഷെ ലൈവായിട്ട് ഒറ്റൊന്നുമില്ല. 4-5 മണ്ണെണ്ണ മൊത്ത വ്യാപാര സ്ഥാപനങ്ങളാണ് ലൈവായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നു മുതൽ മണ്ണെണ്ണ വിതരണം തുടങ്ങുമെന്ന് പറയുന്നതിന്റെ ഔചിത്യം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മണ്ണെണ്ണ ഞങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞു, വീണ്ടും ഞങ്ങൾ പറയുന്നു മണ്ണെണ്ണ ഞങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. കേന്ദ്രം നൽകുന്ന മണ്ണെണ്ണ കഴിഞ്ഞ മാർച്ചിൽ വന്ന മണ്ണെണ്ണയാണ്. ഇത്ര നീട്ടിക്കൊണ്ടത് ആരാ? ഞങ്ങളാണോ? ഇത്രയും നീട്ടിക്കൊണ്ടേ അവസാനം ലാപ്സ് ആവുന്ന ജൂൺ അവസാനം വന്നിട്ട് ഒരു ചർച്ചയ്ക്ക് വിളിച്ചതിന്റെ ഉത്തരവാദി ഞങ്ങളാണോ? ഒരിക്കലും ഞങ്ങളല്ല. ഞങ്ങളെ സംബന്ധിച്ചു അന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വ്യാപാരിയുടെ വേതനം വർദ്ധിപ്പിക്കണം, ഡോർ ഡെലിവറി വേണം, മറ്റെല്ലാ സാധനങ്ങളും റേഷൻ കടയിൽ എത്തിച്ചു തരുന്നുണ്ട് സർക്കാർ. എന്തുകൊണ്ട് മണ്ണെണ്ണയുടെ കാര്യത്തിൽ ഒരു വിമുഖത കാണിക്കുന്നത്? മണ്ണെണ്ണയും എത്തിച്ചു തരാനുള്ള നടപടിയാണ് വേണ്ടത്. അക്കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പ്രധാനപ്പെട്ട വിഷയമായ വേതന പാക്കേജിന്റെ കാര്യം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഞങ്ങളുടെ ക്ഷേമനിധി ഈ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല നിലപാടുണ്ടായിട്ടില്ല. KTPDS ആക്ട് ഒരുപാട് ചർച്ച നടന്നെങ്കിലും തീരുമാനമായിട്ടില്ല. റേഷൻ വ്യാപാരികൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളും കഴിഞ്ഞ 6-7 കൊല്ലമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടുണ്ടായില്ല. വെറും ഞങ്ങളൊരു അവഗണിക്കുന്ന രൂപത്തിലേക്കാണ് സർക്കാർ പോയത്. സമയത്തിന് കമ്മീഷൻ നൽകുമെന്ന് പറഞ്ഞു, ഇപ്പോഴും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ മാസം കമ്മീഷൻ 21 കിട്ടിയിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ അവഗണിക്കുന്ന ഒരു രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും സർക്കാരുമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടുണ്ടാവണം. ഒരിക്കലും മണ്ണെണ്ണ എടുക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. വ്യാപാരികളെയും ജനങ്ങളെയും തെറ്റിക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനകളിൽ നിന്ന് എല്ലാവരും പിന്തിരിയണം. ഞങ്ങൾ ജനപക്ഷത്താണ്. പക്ഷെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടുണ്ടാവണം.